ഒത്തിരി സ്നേഹത്തോടെ സെന്റ് മേരീസ് ALP സ്കൂൾ പല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന ലഘു നാടകം എന്റെ അധ്യാപിക. ജോലിക്കപ്പുറം കുഞ്ഞുങ്ങളെ നെഞ്ചിലേറ്റുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. എന്റെ ഡോളി ടീച്ചറേ, ആ മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞാൻ ഇനി ടീച്ചറുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോവില്ല. 8 വർഷമായി ഞാൻ പഠിപ്പിക്കുന്നു. ഇത്രയും മലമ്പായ ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് സത്യ. കഴിഞ്ഞ വർഷം എന്റെ ക്ലാസ്സിലായിരുന്നു ആ മീനാക്ഷി. ആ വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. എന്താ രമ്യ ടീച്ചറെ ഇന്നത്തെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഒറ്റയ്ക്കൊരു കസേരയിലാ മീനാക്ഷിനെ ഞാൻ ഇരുത്തുന്നത്. എന്നിട്ടും കുട്ടികളുടെ മുടി പിടിച്ച് വലിക്കുക, ബുക്സ് വലിച്ചെറിയ, ഉറക്കെ ഓളിയിട, എന്തോരം ചീത്ത പറഞ്ഞാലും മടിച്ചാലും ഒരു കാര്യമില്ല. ആരെയും അവൾക്ക് ഒരു പേടിയുമില്ല. പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾക്കില്ലേ ഒരു തലവേദന തന്നെയാ ആ മീനാക്ഷി. അത് എനിക്ക് തോന്നണത് അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ. ഉണ്ട് ടീച്ചറെ, പുതിയതായത് കൊണ്ട് അറിയാത്തതാ. കഴിഞ്ഞ വർഷം ഹോം വിസിറ്റിന് മീനാക്ഷിയുടെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ അച്ഛൻ കുടിച്ചിട്ട് എന്തൊക്കെ എന്നെ പറഞ്ഞെന്നാ. 2 ദിവസം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ ടീച്ചറെ? നമുക്ക് ഒന്നും കൂടി ഒന്ന് മീനാക്ഷിയുടെ വീട് വരെ പോയാലോ? ടീച്ചറെ, ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ മതി. എനിക്ക് ഈ ജോലി വിരമിക്കണ വരെയുള്ളത് അവളുടെ അച്ഛൻ കഴിഞ്ഞ വർഷം വയറ് നിറച്ചു തന്നു. ഇനി ടീച്ചർ പോയി വാങ്ങിച്ചോ. ടീച്ചറുടെ വയറൊന്ന് നിറയട്ടെ. ടീച്ചർ. എന്താ മക്കളെ? ഡോളി ടീച്ചറെ, മീനാക്ഷി ഇസയുടെ മലയാളം നോട്ട് കീറി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചറെ. എന്റെ ബുക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവൾ ആ ദേഷ്യത്തിൽ കീറിയതാ. ഓക്കെ, സാരമില്ല. ടീച്ചർ വന്ന് നോക്കട്ടെ. മീനാക്ഷിയോടെ ഇങ്ങോട്ട് വരാൻ പറ. നിങ്ങളിപ്പോ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. ഓക്കെ ടീച്ചർ. ഇനി മീനാക്ഷി വന്നിട്ട് എന്താ കാര്യം? ഡോളി ടീച്ചർ 2 ഉമ്മ കൊടുത്തു വിടും. അതിനല്ലേ. നല്ല മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കാനും സ്നേഹിക്കാനും ആണെങ്കിൽ പിന്നെ എന്തിനാ ഒരു അധ്യാപികയുടെ ആവശ്യം? ഓരോ കുട്ടിയുടെയും കുടുംബത്തിന്റെ പശ്ചാത്തലവും സാഹചര്യവും എത്രയധികം അവരുടെ പഠനത്തെയും വളർച്ചയെയും ബാധിക്കുമെന്ന് നമ്മൾ അധ്യാപകരല്ലാതെ പിന്നെ ആരത് മനസ്സിലാക്കുക? എനിക്ക് മീനാക്ഷിയിൽ നല്ല പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. ഒന്ന് ചേർത്ത് നിർത്തിയാൽ നാളെ അവൾ നമ്മുടെ അഭിമാനാകും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ നാളെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോവാ. മീനാക്ഷി, മീനാക്ഷി, ഇവിടെ ആരും ഇല്ലേ? ആ, ടീച്ചറോ ഇവിടെ? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് ഇവിടെ വരെ വന്നതാ. മീനാക്ഷിയെ കാണാലോ. ടീച്ചർ വേഗം പോയിക്കോ. മീനാക്ഷിയുടെ അച്ഛൻ കുടിച്ചിട്ട് കയറി വന്ന പിന്നെ എന്തൊക്കെയാ ടീച്ചർ പറയാന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിമ്മ ടീച്ചർ കുറെ വിഷമിച്ചിട്ടാ ഇവിടുന്ന് പോയി. അത് സാരില്ല. മീനാക്ഷി എന്റെ മോളല്ലേ. അവൾക്ക് വേണ്ടി എത്ര കേട്ടാലും എന്ത് കേട്ടാലും അത് എനിക്കൊരു പ്രശ്നമല്ല. ആദ്യമായിട്ടാ ഒരു ടീച്ചർ ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും അവളൊരു പ്രശ്നക്കാരിയാ, കണ്ണിലെ കരടാ. അവളെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. എന്റെ മോള്, എന്റെ പൊന്നു മോള്, എത്ര നാളായിന്നറിയോ ഒന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങിയിട്ട്. രാത്രി വരുന്ന അവളുടെ അച്ഛന്റെ അടിയും ബഹളവും ചീത്തവിളിയും എല്ലാം കേട്ടു കണ്ടു പേടിച്ച് വിറച്ച് കരഞ്ഞ അവൾ നേരെ വെളുപ്പിക്കുന്നത്. അവളുടെ അച്ഛൻ കൂടി തുടങ്ങിയ പിന്നെ ഇങ്ങനെയാ. മീനാക്ഷിയുടെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ എന്തെങ്കിലും കാരണം ഉണ്ടായോ? കൂട്ടുകെട്ടാ അങ്ങേരിങ്ങനെ നശിപ്പിച്ചത്. അതുവരെ അവൾക്ക് അച്ഛന്
അച്ഛൻ അവളും ജീവനായിരുന്നു. മിടുക്കിയായിരുന്നു എൻ്റെ മോള്. എന്നും പലഹാരങ്ങളും സമ്മാനങ്ങളായി വന്നിരുന്ന അച്ഛൻ പാട്ടുപാടി മുത്തങ്ങൾ നൽകി അവളെ ഉറക്കിയിരുന്ന അച്ഛന്റെ ഇപ്പോഴത്തെ മാറ്റം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഭക്ഷണം വാരിക്കൊടുത്തിരുന്ന അച്ഛൻ ഇപ്പോൾ എന്റെ കുഞ്ഞിന്റെ ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിക്കുന്നതും പുസ്തകങ്ങൾ വലിച്ചു കീറുന്നതും അവൾ എങ്ങനെ സഹിക്കും? നിരന്തരം ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എന്റെ മോള് ഇതല്ലാതെ മറ്റെന്താ തിരിച്ചു കൊടുക്കുക? ഇത് മനസ്സിലാക്കാൻ ആരുമില്ല. പകലെങ്കിലും എന്റെ കുട്ടി സമാധാനായിരുന്നോട്ടെ, ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വെച്ചാ ഞാൻ അവളെ സ്കൂളിൽ വിടുന്നത് തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് 3 മക്കളുള്ളത്. ഇന്നു മുതൽ എൻ്റെ 4ാമത്തെ മോളായിട്ട് ഞാൻ മീനാക്ഷിയെ കൊണ്ടുപോയിക്കോട്ടെ? അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അവിടെ മീനാക്ഷി സുരക്ഷിതയായിരിക്കും. ഇതുവരെ ഞാൻ എൻ്റെ മോളെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്കിലും സാരില്ല, അവൾക്ക് ഇവിടെ നിന്ന് ഒരു സമാധാനം ഉണ്ടാവില്ല. അവളുടെ ഭാവിക്ക് നല്ലതാ. ടീച്ചർ കൊണ്ടുപോയിക്കോ അവളെ. എന്റെ മോളെ ടീച്ചർ കൊണ്ടുപോയിക്കോ. എവിടത്തേക്കാൾ സന്തോഷവും സമാധാനം അവൾക്ക് ടീച്ചറെ വീട്ടിലുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ മോള് പോയിക്കോ. എന്റെ മോൾക്ക് നല്ലതേ വരൂ. അയ്യോ, മോള് കരയല്ലേ? മോളുടെ അമ്മേനെ എപ്പോ വേണമെങ്കിലും കാണാലോ. ടീച്ചറോട് പറഞ്ഞാൽ മതി, ടീച്ചർ കൊണ്ടുവരാം. വിഷമിക്കണ്ട ട്ടാ. അതല്ല ടീച്ചറെ, എൻ്റെ അമ്മ എപ്പോഴും പറയും ദൈവത്തോട് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവുമെന്ന്. ഇതിപ്പോ ദൈവം തന്നെ ടീച്ചറുടെ രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയും എൻ്റെ മോളുടെ കണ്ണുകൾ നിറയും. പക്ഷേ അത് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും വിജയം വരിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീരായിരിക്കും എന്ന് മാത്രം. അങ്ങനെ ലക്ഷ്യബോധത്തോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ, നല്ല കാഴ്ചപ്പാടുകളുമായി മീനാക്ഷി വളർന്നു. ചേർത്തു പിടിക്കാൻ അവളുടെ അധ്യാപിക ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം. വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ ഉറക്കമില്ലാത്ത രാത്രികളെ അതിജീവിച്ച് അവൾ ഇന്ന് IAS ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുകയാണ്. മീനാക്ഷി, ഇത്രയും റെസ്പെക്റ്റീവായ കളക്ടർ സ്ഥാനത്ത് എത്തുമ്പോൾ ആദ്യമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതായിരിക്കും? എൻ്റെ ആദ്യത്തെ ലക്ഷ്യം വിദ്യാലയങ്ങളാണ്, വിദ്യാർത്ഥികളാണ്, അവരെ നയിക്കുന്ന അധ്യാപകരാണ്. മികച്ച സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ, ഓരോ വിദ്യാർത്ഥിയെയും തൊട്ടറിയുന്ന അർപ്പണബോധമുള്ള അധ്യാപകർ, ആ തണലിൽ, ആ അന്തരീക്ഷത്തിൽ വിജയിച്ച് എല്ലാ തലത്തിലും ധൈര്യത്തോടെ മുന്നേറുന്ന വിദ്യാർത്ഥികൾ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഓൾറൈറ്റ്, അവസാനമായ ഒരു ചോദ്യം. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആരോടാണ് മീനാക്ഷിക്ക് കടപ്പാടുള്ളത്? ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് മാഞ്ഞു പോകേണ്ട എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ച എൻ്റെ അധ്യാപിക ഡോളിയോട്, ആരും അറിയാതെയിരുന്ന എൻ്റെ ഉള്ളിലെ വേദന തൊട്ടറിഞ്ഞ് എന്നെ ഞാനാക്കിയ എൻ്റെ അധ്യാപിക, ഇപ്പോഴും ഒരു ചുമരിനപ്പുറം പ്രാർത്ഥനയും അനുഗ്രഹവുമായി എൻ്റെ ഡോളി ടീച്ചർ എനിക്കൊപ്പമുണ്ട്. ഓ ഗ്രേറ്റ്, പ്ലീസ് കോൾ ഹർ. ഷുവർ സർ, വിത്ത് പ്ലഷർ. ടീച്ചർ ഒന്ന് വരൂ. എൻ്റെ അധ്യാപിക, എൻ്റെ അഭിമാനം.
അതെ, അർപ്പണബോധമുള്ള ഒരു അധ്യാപികയ്ക്ക് തന്റെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഉയർച്ചകൾ കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളെ ആരായി തീരണം എന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഓരോ അധ്യാപകരും. അതിനായി അധ്യാപകരെ പൂർണ്ണമായി വിശ്വസിക്കുവാനും കുട്ടികളിൽ അവർക്കുള്ള അവകാശവും കരുതലും തിരിച്ചറിയുവാനും ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒന്നു ചേർത്ത് പിടിക്കാൻ ഒരധ്യാപിക ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ബാല്യവും അണഞ്ഞു പോവാതിരിക്കട്ടെ. എൻ്റെ അധ്യാപികയാണ് എനിക്ക് മാതൃകയും പ്രചോദനവുമെന്ന് വർഷങ്ങൾക്കപ്പുറം പറയാൻ ഓരോ മക്കൾക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. നന്ദി. ഈ നാടകാവിഷ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ: തിരക്കഥാ സംഭാഷണം സിന്ധി പ്രസാദ്, എഡിറ്റിംഗ് റിയ വി ജോർജ്, അഭിനയിച്ചവർ എൻ മരിയ ജോഷി, ഇവാനിയ ജിജോ, ലക്ഷ്മിപ്രിയ സുരേഷ്, ശ്രീബാല KR, ശ്രീലക്ഷ്മി KS, സർ ജെറിൻ തോമസ്, ടീച്ചർ GC ഡെന്നി, ടീച്ചർ സ്മിജ രാംദാസ്, റിയ വി ജോർജ്, രാഗി പുറഞ്ചു, റീജ ജിജോ, അമൃത വിജേഷ്, ഐശ്വര്യ സുരേഷ്. ശബ്ദം നൽകിയവർ: ലയ ലാൽ, ലക്ഷ്മിപ്രിയ സുരേഷ്, ദേവനന്ദ KP, ശ്രീ ലാലു ലോറൻസ്, സിസ്റ്റർ അലീന മാങ്ങൻ, ടീച്ചർ സ്മിജ രാംദാസ്, അമൃത വിജേഷ്, സിന്ധി പ്രസാദ്, റീജ ജിജോ, റിയ വി ജോർജ്, സ്മൃതി പ്രഭാശങ്കർ.